മിത്ര, ഇവൻ എന്നെ പോലെ ആകരുത്. എൻ്റേത് നശിച്ച ജന്മമാണ്. ആർക്കും വേണ്ടാത്ത നഷ്ടങ്ങൾ മാത്രം ഏറ്റുവാങ്ങാനും തെറ്റ് ചെയ്യാനും മാത്രം വിധിക്കപ്പെട്ട നശിച്ച ജന്മം. വർമ്മയെ ഐസുവിലേക്ക് കയറ്റിയതിനു ശേഷം പുറത്ത് ടെൻഷനോടെ ഇരിക്കുകയാണ് ജാനകിയും റോഹനും. മോനെ, ദേവനെ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ലാൻറ്റി, പക്ഷേ ബാറിലേക്ക് വിളിച്ചപ്പോൾ അവൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്നറിഞ്ഞു. അയ്യോ മോനെ, വീട്ടിൽ മിത്ര തനിച്ചുള്ളൂ. ഈ അവസ്ഥയിൽ അഗ്നി അങ്ങോട്ട് പോയാൽ അത് ശരിയാവില്ല. നീ ഇപ്പം എന്നെ തന്നെ വീട്ടിലേക്ക് പോവണം. മിത്ര തനിച്ചേ ഉള്ളൂ, എനിക്ക് പേടിയാവുന്നു. ഒരു വേള രോഹൻ്റെ മനസ്സിലും ഭയത്തിൻ്റെ കൊള്ളിയാർ മിന്നി. കാരണം മദ്യപിച്ചാൽ അഗ്നിക്ക് ബോധം ഉണ്ടാവില്ല. ഇനി അവൻ ദേഷ്യത്തിലാണെങ്കിൽ മിത്രയോട് എങ്ങനെ പെരുമാറുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. മിത്രയുടെ ഈ അവസ്ഥയിൽ അഗ്നിയെ അവളുടെ അടുത്തേക്ക് വിടാതിരിക്കുന്നതാണ് നല്ലത്. അഗ്നിയുടെ വാക്കുകൾ പതിയെ മിത്രയുടെ മനസ്സിനെ സ്വാധീനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിന് തെളിവന്നോണം അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവര് വെറുതെ ഇരിക്കില്ല പത്മാവതി. ഇപ്പം ലക്ഷ്യം നീയും നമ്മുടെ കുഞ്ഞുമാണ്. സമ്മതിക്കില്ല അഗ്നി. എന്നെ മറികടന്ന് നിന്നെയും കുഞ്ഞിനെയും അവരൊന്നും ചെയ്യില്ല. പിന്നെ അവള് ദുർഗ, എന്നോട് അവയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. എൻ്റെ പേരിലുള്ള കണക്കില്ലാത്ത സ്വത്ത്, അതാണ് അവൾക്ക് വേണ്ടത്. അതിനു വേണ്ടിയാണ് അവൾ ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത്. കണ്ണനെ പോലെ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് മാത്രമേ ഇന്ന് വരെ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ. അവൾക്ക് എന്നോടുള്ള പെരുമാറ്റത്തിൻ്റെ രീതിയാണ് എന്നെ അവളിൽ നിന്നും അകറ്റിയത്. ഒരു സഹോദരിയോട് എന്ന പോലെ സ്നേഹവും എന്നിൽ നിറഞ്ഞു നിന്നിരുന്ന അവളോട് ഇത്രയും കാലം. എന്നാൽ നിനക്ക് നേരെ അവൾ കൈ ഉയർത്തിയോ, അന്ന് ദുർഗയും എൻ്റെ മനസ്സിൽ നിന്ന് പുറത്താണ്. ദുർഗയെ പത്മാവതിയോ ഗിരിധരോ ഇനി സതീശൻ വിചാരിച്ചാലും മിത്രയെ അഗ്നി വിട്ടുകൊടുക്കില്ല. അവർക്കെൻ്റെ കയ്യിൽ നിന്ന് ബലമായി കൊണ്ടുപോകാനും കഴിയില്ല. എന്നാൽ എനിക്ക് പേടി മറ്റൊരാളെയാ, നിങ്ങളൊക്കെ വിളിക്കുന്ന ഈശ്വരൻ. അയാൾ നിങ്ങളെ എന്നിൽ നിന്ന് അകറ്റും. അഗ്നി സന്തോഷിക്കുന്നത് അയാൾക്കിഷ്ടമല്ല. അഗ്നി, രോഹൻ്റെ വിളിയാണ് അഗ്നിയുടെ ശ്രദ്ധ തിരിച്ചത്. ഡോറിലേക്ക് നോക്കിയതും കണ്ടു മുൻപിൽ ജാനകിയോടൊപ്പം നിൽക്കുന്ന റോഹനെ. വർമ്മയെ വാർഡിലേക്ക് മാറ്റിയതുകൊണ്ട് തനിച്ചായ മിത്രയെ കൂട്ടിരിക്കാൻ വേണ്ടി വന്നതാണ് ജാനകി. ജാനകിയെ അവിടെയാക്കി തിരിച്ചു പോകാൻ വന്നതാണ് റോഹൻ. എന്നാൽ മുൻപിൽ കണ്ട അഗ്നിയുടെ കാർ അവരിൽ ഒരു ഭയം സൃഷ്ടിച്ചു. ഓടിപ്പിടിച്ച് അകത്തേക്ക് കയറിയതാണ് അവർ രണ്ടുപേരും. ഒരു വേള മദ്യപിച്ച് ബോധമില്ലാതെ നിൽക്കുന്ന അഗ്നി മിത്രയെ ഭയപ്പെടുത്തുമോ എന്നുള്ള ഭയം അവരെ രണ്ടുപേരിലും ഉണ്ടായിരുന്നു. എന്നാൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് മിത്രയുടെ കാലിൽ മുട്ടുകുത്തിയിരിക്കുന്ന അഗ്നിയെ കണ്ടത്. നിറഞ്ഞ കണ്ണുകളോട് മിത്രയോട് മനസ്സ് തുറക്കുന്ന അഗ്നിയെ കണ്ടതും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്നോളം ആരുടെ മുൻപിലും തൻ്റെ തല താഴ്ത്തി കൊടുത്തിട്ടില്ല അഗ്നി. ഒരു നല്ല കേൾവിക്കാരിയായി അവൻ പറയുന്നതെല്ലാം കേട്ടു നിൽക്കുന്നുണ്ട് മിത്ര. ഒരു നിമിഷം അവരുടെ മനസ്സിലേക്ക് ഒരു കുളിർ കാറ്റ് വന്ന് വീശി. ഇതൊരു നല്ല തുടക്കത്തിലായിരിക്കുമെന്ന പോലെ. രോഹനെയും ജാനകിയെയും കണ്ടതും അഗ്നിയിൽ നിന്ന് രണ്ടടി പിന്നോട്ട് മാറി നിന്നു മിത്ര. ജാനകി ഓടിച്ചെന്ന് മിത്രയുടെ അടുത്തേക്ക് പോയി. ദേവന് മോളെ ഉപദ്രവിച്ചില്ലല്ലോ? ആകുലതയോടെ ചോദിക്കുന്ന ജാനകിയുടെ മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കി മിത്ര. നിറഞ്ഞ കണ്ണുകളോടെ അവൾ ഇല്ല എന്ന് തല കാണിച്ചു. ആശ്വാസത്തോടെ മിത്രയെ തന്നോട് ചേർത്ത് പിടിച്ചു ജാനകി. ആ സമയം കൊണ്ട് തന്നെ റോഹൻ അഗ്നിക്കടുത്തേക്ക് പോയി അവനെ പതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അഗ്നി, എഴുന്നേൽക്ക്, നമുക്ക് മുറിയിലേക്ക് പോകാം. ഇല്ല, എനിക്ക് മിത്രയോടും ഞങ്ങളുടെ കുഞ്ഞിനോടും സംസാരിക്കണം. എൻ്റെ ഉള്ളിലെ ദുഃഖം എനിക്ക് ഇറക്കി വെക്കണം. അതൊക്കെ രാവിലെ, നീ ഇപ്പോൾ വാ. സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? മിത്രയ്ക്ക് ഇപ്പോൾ റെസ്റ്റ് വേണം, അവൾ ഉറങ്ങട്ടെ, നിനക്ക് രാവിലെ സംസാരിക്കാം. അയ്യോ, ഞാൻ മറന്നു. മിത്ര പോയി ഉറങ്ങ്, ഡോക്ടർ നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞതാ. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിയെ റോഹൻ എഴുന്നേൽപ്പിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് നടന്നു പോകുന്ന അവനെ മിത്ര നോക്കി നിന്നു. മോളെ വാ. ജാനകി മിത്രയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. മോളെന്തെങ്കിലും കഴിച്ചിരുന്നോ? മിത്ര ഒന്നും സംസാരിക്കാതെ നിന്നതും ജാനകി വീണ്ടും ചോദിച്ചു. മോളെ, എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്ന്? പെട്ടെന്ന് ചിന്തകളിൽ നിന്ന് ഞെട്ടിയോടുന്നുകൊണ്ട് അവൾ ജാനകിയെ നോക്കിക്കൊണ്ടില്ലെന്ന് തലയാട്ടി. എന്താ കുട്ടി ഇത്? ഈ സമയത്ത് പട്ടിണി കിടക്കരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഞാനെന്തെങ്കിലും വെച്ചുണ്ടാക്കി തരാം. അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങിയ ജാനകി മിത്രയെ പിടിച്ചു വെച്ചു. വേണ്ടമ്മേ, എനിക്കൊന്നും വേണ്ട, ഒന്ന് കിടന്നാൽ മാത്രം മതി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്തെങ്കിലും കഴിക്കണം. ജാനകി അടുക്കളയിലേക്ക് പോയി ഒരു ഗ്ലാസ്സിൽ ഓറഞ്ച് ജ്യൂസുമായി തിരികെ വന്നു. ഈ ഒരു ഗ്ലാസ് ജ്യൂസെങ്കിലും കുടിക്കണം. മിത്രയെ കൊണ്ട് നിർബന്ധിച്ച് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിപ്പിച്ചു ജാനകി. പടികൾ കയറി പോകുന്ന അവളെ നോക്കി നിന്നു ജാനകി.
എന്നാൽ അവളുടെ ഇടറുന്ന കാലുകൾ കണ്ടതും മുറിയിലേക്ക് ആക്കിക്കൊടുത്തു അവർ. തിരികെ പോകുന്നതിനു മുൻപ് ഒരു നിമിഷം മിത്രയെ നോക്കി നിന്നു. പതിയെ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദേവനോട് മോൾക്ക് ക്ഷമിക്കാൻ കഴിയില്ലെന്നറിയാം, പക്ഷേ അവനെ ശപിക്കരുത്. അത്രത്തോളം എൻ്റെ കുഞ്ഞിപ്പ് അനുഭവിച്ചു കഴിഞ്ഞു. മോളുടെ കണ്ണുനീർ കൂടി അവൻ്റെ തലയിൽ വീണാൽ. ബാക്കി പറയാതെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ജാനകിയും മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി. അന്നത്തെ രാത്രി മിത്രയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഇളം കാറ്റിനെ ആസ്വദിച്ചു മിത്ര. അവളുടെ മനസ്സ് നിറയെ അഗ്നിയായിരുന്നു, അഗ്നി മാത്രം. അവൻ പറഞ്ഞ ഓരോ വാക്കുകളും മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞ ഓരോ അനുഭവങ്ങളും അവൾക്ക് ഈറുമുറിച്ച് പരിശോധിച്ചു. അവൾക്കൊരു കാര്യം മനസ്സിലായി. ആദ്യത്തെ പകയിപ്പോ അവൾക്ക് അവനോടില്ല, പക്ഷേ അവനോട് ക്ഷമിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. പതിയെ തണുപ്പ് കൂടി വന്നതും മിത്ര ബാൽക്കണിയിൽ നിന്ന് അകത്തേക്ക് കയറി. തൻ്റെ ബെഡിലേക്ക് കിടന്ന് അവൾ കണ്ണുകൾ രണ്ടും പതിയെ അടച്ചു. പതിയെ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അർദ്ധരാത്രിയിലാണ് റോഹനിൽ നിന്നും പത്മാവതിക്ക് കോള് വന്നത്. വർമ്മ ഹോസ്പിറ്റലാണ് എന്നറിഞ്ഞതും അവരുടെ അമ്മ മനം തുടിച്ചുപോയി. തൻ്റെ മകനെ കാണാൻ അവർ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. എന്നാൽ പ്രായത്തിൻ്റെ ആവശ്യത മൂലം അവർക്കതിന് സാധിച്ചില്ല. ഓടിപ്പടിക്കെട്ടുകൾ ഇറങ്ങുമ്പോഴേക്കും കാല് തട്ടി താഴെ വീണിരുന്നു പത്മാവതി. സുഭദ്രയും ദുർഗയും കൂടി അവരെ പതിയെ എഴുന്നേൽപ്പിച്ച് ബെഡിലേക്ക് കിടത്തി. ഒരുവിധം സുഭദ്രയും മറ്റുള്ളവരും രാവിലെ കൊണ്ടുപോയി കാണിക്കാമെന്നുള്ള ഉറപ്പിന്മേൽ അവിടെ തന്നെ അവരെ പിടിച്ചു നിർത്തി. പക്ഷേ ഇതുകൊണ്ടൊന്നും പത്മാവതിക്ക് ശാന്തമായിരിക്കാൻ കഴിഞ്ഞില്ല. ആ രാത്രി അവർക്ക് ഉറക്കമില്ലാത്തതായിരുന്നു. 2 അറ്റാക്ക് കഴിഞ്ഞ വർമ്മയ്ക്ക് മൂന്നാമത്തേത് താങ്ങാനുള്ള കരുത്തില്ല എന്നവർക്ക് അറിയാമായിരുന്നു. ഇന്നേ വരെ പത്മാവതി ഒന്നിൻ്റെ മുൻപിലും ആരുടെ മുൻപിലും തല കുനിച്ചിട്ടില്ല. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എപ്പോഴും തൻ്റെ മക്കളായിരുന്നു. ഒറ്റക്കായിരുന്നിട്ടും ഉരുക്കു വനിതയെപ്പോലെ പിടിച്ചു നിന്നത് മക്കൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അത്രത്തോളം പത്മാവതി അമ്മ തൻ്റെ മക്കളെ സ്നേഹിച്ചിരുന്നു. അവർ വർമ്മയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്നത് രാജീവൻ്റെ സഹോദരിയെ ആയിരുന്നു. സുഭദ്രയുടെ ഭർത്താവാണ് രാജീവ്. സമ്പത്തിൻ്റെ പുറത്തും അന്തസ്സിൻ്റെ പുറത്തും ജാതിയുടെ പുറത്തും എല്ലാം കൊണ്ടും വർമ്മയ്ക്ക് അനുയോജ്യമായ ബന്ധമായിരുന്നു അത്. എന്നാൽ വർമ്മയ്ക്ക് ലക്ഷ്മിയോടുണ്ടായിരുന്ന പ്രണയമാണെല്ലാം തകർത്തെറിഞ്ഞത്. തൻ്റെ മക്കൾക്ക് എപ്പോഴും നല്ലത് തന്നെ കൊടുക്കണമെന്നുള്ള അവരുടെ ചിന്ത അതൊരു പക്ഷേ അവരുടെ സ്വാർത്ഥതയായിരിക്കാം. ലക്ഷ്മിയെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അഗ്നിക്ക് വേണ്ടിയാണ് അവരെ വീട്ടിലേക്ക് പല പ്രാവശ്യം മാന്യമായ രീതിയിൽ ലക്ഷ്മിയോട് സംസാരിച്ച് തൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ. എന്നാൽ ഒരു അടുക്കളക്കാരിയെ പോലെ ജീവിച്ചിട്ടും അവൾ അതിന് തയ്യാറായില്ല. കുട്ടിക്കാലത്ത് അഗ്നി വളരെ സാധുവായിരുന്നു. ഭയത്തോടെയായിരുന്നു ലക്ഷ്മിയെ ചീത്ത പറയുന്ന എന്നെ അവൻ നോക്കി കണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത്. പത്മാവതിയുമായി ലക്ഷ്മിക്ക് ഒത്തുപോകാൻ സാധിക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നുവെങ്കിലും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാണെന്ന് ജാനകിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതൊരു നല്ല അവസരമായിരുന്നു അവർക്ക്. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ലക്ഷ്മിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. സുഭദ്ര ഷോപ്പിങ്ങിന് പോയപ്പോൾ അന്ന് ആരും വീട്ടിലില്ലാത്ത സമയത്ത് അഗ്നിയും പത്മാവതിയും ലക്ഷ്മിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അഗ്നി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹാളിൽ ഇരിക്കുകയായിരുന്നു പത്മാവതി. അപ്പോഴാണ് പത്മാവതി അങ്ങോട്ടേക്ക് വന്ന ലക്ഷ്മിയോട് സംസാരിക്കുന്നത്. അവിടെ നിന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ജോലിയിലായിരുന്ന ലക്ഷ്മിയെ പിടിച്ചു നിർത്തി അവർ സംസാരിക്കാൻ ആരംഭിച്ചു. ലക്ഷ്മി, ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചോ? എന്താണ് നിന്റെ തീരുമാനം? നിനക്ക് വളരെ ചെറിയ പ്രായമാണ്. ഇനിയും നിനക്കൊരു നല്ല ജീവിതം കാത്തിരിക്കുന്നുണ്ട്. എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. അഗ്നിയെയും എൻ്റെ മോനെയും വിട്ട് നീ പോവണം. ഇനി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരരുത്. അത്രമാത്രമേ നീ ചെയ്യേണ്ടുള്ളൂ. പത്മാവതിയുടെ ഓരോ വാക്കുകളും ലക്ഷ്മിയുടെ ഹൃദയത്തിലേക്ക് കുത്തി തറയ്ക്കുന്നത് പോലെ തോന്നി അവർക്ക്. എങ്കിലും എതിർത്ത് പറയാൻ തുനിഞ്ഞില്ല അവർ. മൗനമായി കണ്ണീർ വാർത്തു നിൽക്കാൻ മാത്രമേ അവർക്ക് സാധിച്ചിരുന്നുള്ളൂ. ലക്ഷ്മിയുടെ മൗനം പത്മാവതിയുടെ ഉള്ളിലെ ക്രോധത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ലക്ഷ്മി, നിന്നോട് ഞാൻ പറയുന്നത്, ഇനിയെങ്കിലും നിനക്കെൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തന്നൂടെ? പണം കൊണ്ടും അന്തസ് കൊണ്ടും സൗന്ദര്യം കൊണ്ടും നീ എൻ്റെ മകന് യോജിച്ചതല്ല. നല്ലൊരു മരുമകളെയാണ് ഞാൻ പ്രതീക്ഷിച്ചതും ഞാൻ ആഗ്രഹിക്കുന്നതും. എന്നാൽ എൻ്റെ മോനെ നീ പറഞ്ഞു മയക്കി. നിന്റെ കൂടെ താറുമാറാക്കി ജീവിക്കേണ്ടതല്ലേ എൻ്റെ മോൻ്റെ ജീവിതം? അവനിനിയും ഒരു പെൺകുട്ടിയെ കിട്ടും, ഞാൻ ആഗ്രഹിച്ചതുപോലൊരു മരുമകളെ. അതിന് നീയൊരു തടസ്സമാകരുത്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവണം. ഇല്ല, ഞാൻ എങ്ങോട്ടും പോകില്ല. എൻ്റെ മകനെയും ഭർത്താവിനെയും വിട്ട് എനിക്ക് ജീവിതമില്ല.
ഇനിയുള്ള കാലം മുഴുവൻ അടുക്കളക്കാരിയെ പോലെ ഈ വീട്ടിൽ ജീവിച്ചു തീർത്തോളാം ഞാൻ. ലക്ഷ്മിയുടെ മറുപടി കേട്ടതും അതുവരെ നിയന്ത്രിച്ചിരുന്ന പത്മാവതിക്ക് തൻ്റെ ദേഷ്യം മൂർധന്യാവസ്ഥയിലെത്തി കഴിഞ്ഞിരുന്നു. ദേഷ്യം കൊണ്ട് അവരുടെ കണ്ണും മൂക്കും മുഖവും ഒരുപോലെ ചുവന്നു വന്നു. തൻ്റെ തലക്കുള്ളിൽ ഒരു അഗ്നിപർവ്വതം എരിഞ്ഞു പൊട്ടുന്ന പോലെ തോന്നി പത്മാവതിക്ക്. പെട്ടെന്ന് ദേഷ്യത്തിൽ അവൾ ലക്ഷ്മിയെ മുൻപോട്ട് ആഞ്ഞു തള്ളി. എങ്ങനെയെങ്കിലും ലക്ഷ്മിയെ വർമ്മയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മാത്രമേ പത്മാവതിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് സംഭവിച്ചത് അത് അവരുടെ കയ്യിൽ നിന്നും പറ്റിപ്പോയൊരു അബദ്ധം മാത്രമായിരുന്നു. സ്റ്റെയറിൽ നിന്ന് ലക്ഷ്മി നിലത്തേക്ക് വീണതും പത്മാവതിക്ക് ആകെ എന്ത് ചെയ്യാമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. ലക്ഷ്മിയോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് പലപ്പോഴും അവളെ കൊല്ലണമെന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ എങ്കിലും ഒരു നിമിഷം പത്മാവതിക്ക് തൻ്റെ ഹൃദയം സ്തംഭിക്കുന്നത് പോലെ തോന്നി. ലക്ഷ്മി അവൾക്കെന്തെങ്കിലും ഭയത്തിൻ്റെ കണികകൾ തന്നെ വന്ന് മൂടുന്നത് പത്മാവതി തിരിച്ചറിയുകയായിരുന്നു. അതിനുശേഷം തൻ്റെ ധൈര്യം വീണ്ടെടുത്ത് അവർ പടികൾ ഓരോന്നായി ഇറങ്ങാൻ തുടങ്ങി. പത്മാവതി വിറയ്ക്കുന്ന കാലുകളോടെ പതിയെ പതിയെ ബോധം വറഞ്ഞു കിടക്കുന്ന ലക്ഷ്മിയുടെ അടുത്തേക്ക് പോയി. എങ്കിലും അവരുടെ കൈയും കാലും അപ്പോഴും വിറച്ചുകൊണ്ടിരുന്നു. ഒരാശ്രയത്തിനെന്നോളം അവർ കൈവരികൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിന്നു. പതിയെ ബോധമറ്റ് കിടക്കുന്ന ലക്ഷ്മിയുടെ അടുത്ത് വന്നിരുന്നു. പതിയെ മൂക്കിൽ കൈവച്ചുകൊണ്ട് ശ്വാസമുണ്ടോ എന്ന് നോക്കി. എന്നാൽ നിശ്ചലമായിരുന്ന അവരുടെ ശ്വാസം പത്മാവതിയെ കൂടുതൽ ഭയത്തിലാക്കി. വല്ലാത്തൊരു തരം വീർപ്പുമുട്ടലിലായിരുന്നു പത്മാവതി. ഇക്കാര്യം പുറംലോകം അറിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ തൻ്റെ കുടുംബത്തിൻ്റെ മഹിമ, അന്തസ്സ്, പാരമ്പര്യം അതായിരുന്നു അവരിൽ മുന്നോട്ട് നിന്നത്. ഇത്രയും കാലം അമ്മ എന്ന നാമത്തിൽ മാത്രമാണ് വർമ്മ ജീവിച്ചിരുന്നത്. ഇടയ്ക്ക് ലക്ഷ്മിയുടെ വരവോടുകൂടിയാണ് അതിൽ മാറ്റം വന്നത് എങ്കിലും ഇപ്പോഴും വർമ്മയ്ക്ക് പത്മാവതി കാര്യമാണ്. ഈ ഒരു കാരണത്താൽ തൻ്റെ മകൻ തന്നിൽ നിന്ന് അകലുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു. അത്രത്തോളം ഒരമ്മ എന്നതിൽ അവർ സ്വാർത്ഥതായിരുന്നു. വീട്ടിൽ ആരുമില്ല, തനിച്ചുള്ളൂ എന്നുള്ള കാര്യം അവരിൽ കൂടുതൽ ധൈര്യം ജനിപ്പിച്ചു. ലക്ഷ്മി സ്റ്റെയറിൽ നിന്ന് കാല് തട്ടി വീണ് മരിച്ചതാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ അവർ സാധിച്ചു. ഇതെല്ലാം കണ്ട് പകച്ചു നിന്ന കുഞ്ഞഗ്നിയെ അവർ കണ്ടിരുന്നില്ല. സ്വന്തം അമ്മയുടെ മരണം നേരിട്ട് കാണേണ്ടി വന്ന സാഹചര്യത്തിൽ ശബ്ദം പോലും പുറത്തേക്ക് വരാതെ അവൻ ഭയന്നു നിന്നു. പത്മാവതിയുടെ മനസ്സ് അപ്പോഴും ദൃഢമായിരുന്നു, കരിങ്കല്ല് പോലെ. പക്ഷെ ഒരു തുള്ളി കുറ്റബോധം പോലും അവരുടെ മനസ്സിൽ എപ്പോഴും ഇല്ല എന്നുള്ളതാണ് സത്യം. അവർ ഒരു പാരമ്പര്യത്തെയും വർണ്ണത്തെയും സമ്പത്തിനെയും മാത്രം സ്നേഹിച്ചിരുന്നു. സ്വാർത്ഥതയായിരുന്നു അമ്മ ഇപ്പോൾ സ്വത്തിനും ആർഭാടത്തിനു മുൻപിൽ മക്കളോടുള്ള സ്നേഹം പോലും അടിയറവ് വെച്ചു. ലക്ഷ്മിയുടെ മരണത്തിന് ശേഷം ഒതുങ്ങിക്കൂടി അഗ്നിയെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കാൻ പോലും അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവരെ കാണുന്തോറും ആദ്യ ദിനങ്ങളിലെല്ലാം അഗ്നി ഭയപ്പെടുകയും പേടിച്ചൊതുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. അതിന് പിന്നിലുള്ള കാരണം ലക്ഷ്മിയുടെ പെട്ടെന്നുള്ള മരണം എന്ന് പൊതുവെ എല്ലാവരും വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ പത്മാവതിയും മറ്റുള്ളവരും അഗ്നി കുറ്റകൃത്യത്തിന് സാക്ഷിയായിരുന്നു എന്നറിഞ്ഞില്ല. അഗ്നിയുടെ പേര് പറഞ്ഞുകൊണ്ട് പോലും പല പ്രാവശ്യം വർമ്മയെ കൊണ്ട് രണ്ടാമതൊരു വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ലക്ഷ്മിയെ അയാൾ എത്രത്തോളം ഭ്രാന്തമായി സ്നേഹിച്ചിരുന്നു. ലക്ഷ്മിയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വർമ്മ കുടുംബത്തിൽ നിന്നും വീട്ടുകാരിൽ നിന്നും എല്ലാവരിൽ നിന്നും അകന്നു നിന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട തിരിക്കുകളിലേക്ക് പോയി. ഒറ്റപ്പെട്ടു പോയ തൻ്റെ മകനെ ശ്രദ്ധിക്കാൻ വർമ്മയ്ക്കും സാധിച്ചിരുന്നില്ല. ഓർമ്മകൾ തൻ്റെ ഉറക്കം കിടത്തിയപ്പോൾ പത്മാവതി കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നത് മറ്റൊന്നായിരുന്നു. മിത്രയുടെയും അവളുടെ കുഞ്ഞിനെയും അഗ്നിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി അവിടെ ദുർഗയ്ക്ക് സ്ഥാനം നൽകുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇനിയൊരു ലക്ഷ്മിയോ ഇനിയൊരു അഗ്നിയോ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു പക്ഷേ അഗ്നിയുടെ സ്ഥാനത്ത് ലക്ഷ്മിക്ക് ജനിച്ചിരുന്ന ഒരു പെൺകുഞ്ഞാണെങ്കിൽ അവർ ഒരിക്കലും ആ കുഞ്ഞിനെ അംഗീകരിക്കുമായിരുന്നില്ല. തൻ്റെ മൂത്ത മകനും മരുമകൾക്കും കുട്ടികളില്ലാത്തത് കൊണ്ടാണ് അഗ്നിയെ പത്മാവതി പേരക്കുട്ടിയായി അംഗീകരിച്ചതും സ്വീകരിച്ചതും. പാരമ്പര്യം നിലനിർത്താൻ ഒരാൺകുഞ്ഞ് എന്നതായിരുന്നു പത്മാവതിയുടെ അപ്പോഴത്തെ ആവശ്യം.